ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ വാങ്ങിച്ചും കൊടുത്തും മിച്ചം കിട്ടുന്നത് നീക്കി വെച്ചും ഒരുപാട് കഷ്ടപ്പെട്ടും മുണ്ടുമുറുക്കി ഉടുത്തുമൊക്കെയാ ഇന്ന് ഈ നിലയിലേക്ക് ഞാനിത് എത്തിച്ചത്. അതുപോലെ സത്യാമ്മയും ഒരുങ്ങി ഇറങ്ങുക തന്നെ വേണം, എന്നാലേ രക്ഷപ്പെടാനാവൂ. വിഷ്ണുച്ചൻ എന്തായാലും ജയിക്കണം. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഞങ്ങൾ ചെയ്യാം, അല്ലേ സത്യ? അതെ അതെ, അച്ഛന് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളും കൂടെ നിൽക്കാം. അയ്യോ വേണ്ട, നിങ്ങളുടെ സഹായമൊക്കെ കുറച്ചു മുമ്പ് ടീച്ചറെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയതാണല്ലോ. അച്ഛന് സന്തോഷായി. ഇനി എന്നെ ഇക്കാര്യത്തിലേ എന്റെ കളക്ടർ മാഡം സഹായിച്ചോ ഇല്ലേ? ഈ നിമിഷം മുതലുണ്ടല്ലോ ഈ കളക്ടർ മാഡത്തിന്റെ നല്ല അനുസരണയുള്ള സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ മാറാൻ പോവാ. വിഷ്ണുട്ടാ, കാര്യമായിട്ട് പറയാണോ? എന്താ കുഴപ്പം? അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ തന്നെ ഉണ്ടോ? ശ്രമിച്ചല്ല നടക്കും. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിലെ ഒറ്റ ചിന്തയുള്ളൂ, എന്റെ വീട്. അതിൽ നമ്മളെല്ലാരും കൂടി താമസിക്കുന്ന ഒരു ചിത്രമുണ്ട് മനസ്സിലായി. എന്റെ അച്ഛൻ വെച്ച വീട്ടില് നമ്മുടെ മക്കളോടൊപ്പം താമസിക്കണമെന്നുള്ള മോഹം, അതെനിക്ക് നേടിയെടുക്കണം. നേടിയെടുക്കും ഞാൻ. ഞാനേ വൈകുന്നില്ല, ഇറങ്ങട്ടെ. വിഷ്ണുട്ടാ, ഇന്നിനി ഓട്ടോ ഉണ്ടോ? പിന്നെ ഇന്ന് ലോഡും കൊണ്ട് രാത്രിയിലാ പോണ്ടേ, അതുകൊണ്ടാ. പിന്നെ കമലം കൂടുള്ളതുകൊണ്ട് രാത്രിയിൽ ഉറക്കം വരില്ല. അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് മിണ്ടാണ്ടിരിക്കണ ഈ വായിലെന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കണം. എടി, കളിയായിട്ടുള്ള കാര്യമായിട്ടോ അമ്മ അടുത്തുള്ള ഒരു സൂര്യം തരില്ല. അത് ശരിയാ, അല്ലെങ്കിൽ കമൽ ഞങ്ങളുടെ വായില് പഴന്തുണി കുത്തിച്ചിരിക്കാൻ മതി അച്ഛാ. നല്ല മോള്, ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. വിഷ്ണുട്ടാ, സൂക്ഷിക്കണേ. പ്രത്യേകിച്ച് രാത്രിയിലെ ഓട്ടം. ഉറക്കം നന്നായിട്ട് വരികയാണെങ്കിൽ വണ്ടി നിർത്തി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടേ പോവും. നമുക്ക് നമ്മള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണോ ഓവർ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയിട്ടാണെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയേ പറ്റൂ. എന്ത് ത്യാഗം സഹിച്ചു നമുക്ക് ആ വീട് തിരിച്ചു പിടിക്കണം. അതെന്റെ ഒരു വാശിയാ. ഞാനത് തിരിച്ചെടുക്കും, എന്ത് ചെയ്തിട്ടാണെങ്കിലും. രണ്ട് കിലോയ്ക്കുള്ള കൂട്ടേ ഞാൻ വടക്കെടുക്കുന്നുള്ളേ. അത് മതി ശാരദാമ്മേ, 30 വട പുറത്തു കൊടുക്കേണ്ടതുള്ളൂ. ബാക്കി പറഞ്ഞിരിക്കുന്ന പഴംപൊരിയാ. വെറുതെ വടയിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാ പഴംപൊരി എത്ര ഉണ്ടാക്കി വെച്ചാലും ചെലവാവും. പഴത്തിന്റെ വില ഓർക്കുമ്പോഴാ. നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കൊന്നും ഒരാളും പഴംപൊരി കൊടുക്കുന്നില്ല ഇപ്പൊ. എന്റെ ശാരദാമ്മേ, ജംഗ്ഷനിൽ കടയിട്ടിരിക്കുന്ന കുമാരനങ്ങള് പഴംപൊരി ഉണ്ടാക്കുന്ന എണ്ണ ഒന്ന് കാണണം. കരിയോയിൽ പോലെ ഇരിക്കുന്നേ. ഇവിടെ കച്ചവടം കൂടുന്നതിന്റെ കാര്യവും അത് തന്നെയാ. ലാഭം കൊയ്യാൻ വേണ്ടി ഒരു കൃത്രിമവും നമ്മൾ കാണിക്കുന്നില്ല. അത് നാട്ടുകാർക്കും അറിയാം. ശാരദാമ്മേ, എന്താ ശാരദാമ്മേ, ഗംഭീര തർക്കത്തിലാണല്ലോ. ആ, പിള്ളച്ചേട്ടനോ? ഈ വഴിക്കൊക്കെ വന്നിട്ട് കുറെ നാളായല്ലോ. 1-2 പേരെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് വെച്ചോ. പക്ഷേ ഇവിടേക്ക് വന്നത് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിക്കാൻ വേണ്ടി തന്നെയാ. പിന്നെന്താ, പിള്ളച്ചേട്ടൻ ഇരിക്കേ. പിള്ളച്ചേട്ടനൊന്ന് കാണണോന്ന് കരുതി തന്നെ ഇരിക്കുകയായിരുന്നു ഞാനും. ഞാൻ ചായ എടുക്കാം. ശരി. എനിക്ക് അങ്ങോട്ട് വന്ന് കാര്യങ്ങൾ തിരക്കാൻ പറ്റാത്തോണ്ടാ. ഒന്ന് വന്നതിന്റെ ക്ഷീണം മാറിയിട്ടുമില്ല. അവിടെ നടന്ന കാര്യങ്ങളൊന്നും പിള്ളച്ചേട്ടൻ കണ്ടില്ലല്ലോ. നിന്റെ ഒന്നും ഔദാര്യം എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് സത്യാമ്മ ഇനി എന്നെ പറയാനൊന്നുമില്ല.
അന്ന് ആ ലോണിന്റെ കാര്യം ഞാൻ വേണ്ടാന്ന് വെച്ചതും സത്യാമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചതും പിള്ളച്ചേട്ടൻ പറഞ്ഞതുകൊണ്ട് തന്നെയാ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവിടേക്ക് വരാൻ ഒരു മടി. മറ്റൊന്നും കൊണ്ടല്ല, എന്നെ സത്യാമ്മ കാണുന്നത് അവരുടെ ആപത്ത് കാലം കണ്ട് ആനന്ദിക്കാൻ ചെല്ലുന്നവരായിട്ടാ. ശത്രുക്കളോട് പോലും എനിക്ക് അങ്ങനെ തോന്നൂല. പിന്നെ എന്റെ മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരോട് എനിക്ക് അങ്ങനെ തോന്നൂ. ശാരദാമ്മ അതൊന്നും കാര്യമാക്കണ്ട. എല്ലാം നഷ്ടപ്പെട്ടൊരു സ്ത്രീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നല്ലേ ആലോചിക്കേണ്ടത്. അവരിപ്പോഴും അവരുടെ പ്രതാപകാലത്തെ ചിന്തകളും കൊണ്ടാ ജീവിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയ അതേക്കുറിച്ച് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. അതിലെ അഭിമാനവും പാരമ്പര്യവും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയണം. അത് പറയില്ല. അവരുടെ ഈ മനസ്ഥിതി വച്ച് പലഹാരം ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങിയ എങ്ങനെ രക്ഷപ്പെടാനാ? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിയില്ല. പിള്ളച്ചേട്ടൻ അറിയാലോ, 10 ഊണ് കൊടുത്തു തുടങ്ങിയ കച്ചവടമായത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഇതുവരെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാ. അറിയാവുന്നവരോടെല്ലാം തുടക്ക സമയത്ത് കാശ് വാങ്ങിയിട്ടുണ്ട്. കച്ചവടം കഴിയുമ്പോൾ അത് കൃത്യമായി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വാങ്ങിച്ചും കൊടുത്തും മിച്ചം കിട്ടുന്നത് നീക്കി വെച്ചും ഒരുപാട് കഷ്ടപ്പെട്ടും മുണ്ടുമുറുക്കി ഉടുത്തുമൊക്കെയാ ഇന്ന് ഈ നിലയിലേക്ക് ഞാനിത് എത്തിച്ചത്. അതുപോലെ സത്യാമ്മയും ഒരുങ്ങി ഇറങ്ങുക തന്നെ വേണം, എന്നാലേ രക്ഷപ്പെടാനാവൂ. അയ്യോ, ചോദിക്കാൻ വിട്ടുപോയി, ചൂട് പഴംപൊരി വേണോന്ന്. ശാന്ത അതിന്റെ തിരക്കില്ല. അത് ശരി, ഇതിനകത്ത് അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഒരു ചൂട് പഴംപൊരി കഴിച്ചേക്കാം. ശരി. ശാന്തേ, ഇങ്ങെടുത്തേ. അയ്യോ അയ്യോ, ഇത്രയൊന്നും വേണ്ട. പിള്ളച്ചേട്ടന് ആവശ്യമുള്ള എടുത്താ മതി. ഈ ഹോട്ടൽ ബിസിനസ്സിൽ ശാരദാമ്മ 100% വിജയിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ശാരദാമ്മയ്ക്ക് നന്നായിട്ട് ജോലി അറിയാം. രണ്ടാമത്, ആത്മാർത്ഥതയുള്ള ശാന്തയെ പോലുള്ള പണിക്കാരവിടെ സത്യാമ്മയ്ക്കൊപ്പം ഇല്ല. ഉള്ളവർക്കൊന്നും പണിയൊട്ട് അറിയാനും വയ്യ. പിള്ളച്ചേട്ടാ, ഇതിപ്പോ എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്യാന്ന് വെച്ചാ നേരായ രീതിയിൽ ചെയ്യാൻ സമ്മതിക്കൂല. പണം കൊടുക്കാന്ന് വെച്ചാ ഇവിടെ നിന്നാണെന്ന് അറിഞ്ഞാ തിരിച്ച് അതേ രീതിയിൽ ഇവിടെ തന്നെ എത്തും. ഒപ്പം കുറെ ചീത്തയും പറഞ്ഞെന്നിരിക്കും. സത്യാമ്മയ്ക്കൊപ്പം പണിയറിയാവുന്ന ഒരാള് വേണം. എന്നാലേ അവിടെ കാര്യങ്ങളൊക്കെ നേരാമണ്ണം നടക്കും. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ. എന്താ വിളിച്ചേട്ടാ? അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയാൻ മേല. എന്നാലും ഞാനൊരു വഴി പറയട്ടെ.